ഭരണമാറ്റത്തിന് ശേഷമുള്ള ആദ്യ വെള്ളിയാഴ്ച ആഘോഷമാക്കി സിറിയൻ ജനത. സിറിയ വിഷയം ചർച്ച ചെയ്യാൻ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും പശ്ചിമേഷ്യൻ രാജ്യങ്ങളും നാളെ പ്രത്യേക യോഗം ചേരുന്നുണ്ട്. യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇറാഖിലെത്തിയിട്ടുണ്ട്. സുഹൈൽ ബി.കെ ചേരുന്നുണ്ട്. സുഹൈൽ, സിറിയയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. എന്താണ് നാളത്തെ യോഗവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി? ബഷാർ അൽ അസദ് ഭരണകൂടം മാറുകയും അതിനുശേഷം HTS ഡമസ്കസ് പിടിക്കുകയും ചെയ്തതിനു ശേഷമുള്ള ആദ്യത്തെ വെള്ളിയാഴ്ച സിറിയക്കാരെ സംബന്ധിച്ചിടത്തോളം ഒഴിവ് ദിവസമാണ്. അതോടൊപ്പം വെള്ളിയാഴ്ച പ്രാർത്ഥന നടക്കുന്നു. ഇന്നത്തെ ദിവസം ആഘോഷമാക്കുക തന്നെയാണ് സിറിയൻ ജനത. ഡമസ്കസിലെ ഉമവിയത്ത് മസ്ജിദിന് ചുറ്റും ലക്ഷക്കണക്കിന് ആളുകളാണ് സിറിയയിലാകെ ഒരുമിച്ച് കൂടിയത്. അതോടൊപ്പം തന്നെ സിറിയയുടെ വിവിധ ഭാഗങ്ങൾ അലപ്പോ, ഹമ, ഹാംസ് തുടങ്ങിയ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയ പ്രകടനങ്ങൾ നടന്നു. അതിലെല്ലാം തന്നെ ബഷാർ അൽ അസദിന്റെ പതനത്തെ അവർ ആഘോഷിക്കുന്നു. പുതിയ രാജ്യം ന്യൂ സിറിയ എന്നുള്ളതിനെ അവർ വരവേൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടത് തുർക്കിയിൽ നിന്നും അതേപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സിറിയയിലേക്ക് അഭയാർത്ഥികൾ വരികയുമാണ്. 60 ലക്ഷം പേരാണ് കഴിഞ്ഞ 13 വർഷത്തിനിടെ സിറിയ വിട്ടുപോയത്. അവരെല്ലാവരും തങ്ങളുടെ മാതൃരാജ്യത്തേക്ക് വരികയാണ്. പുതിയ ഒരു സിറിയ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി. പക്ഷേ അപ്പോൾ ഒരു ഐക്യ സർക്കാർ, അതായത് എല്ലാ പ്രദേശങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു സർക്കാർ ഉണ്ടാകുമോ സിറിയയിൽ എന്ന ചോദ്യം ഉയർന്നു വരികയാണ്. പലതരത്തിലുള്ള കളിക്കാർ അവിടെയുണ്ട്. അമേരിക്ക ഒരു ഭാഗത്ത്, തുർക്കി മറ്റൊരു ഭാഗത്ത്, അതേപോലെ തന്നെ ഇസ്രായേലിന്റെ ആക്രമണം മറ്റൊരു ഭാഗത്ത്, റഷ്യയും അവിടെ ഏതെങ്കിലും തരത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്ന ആലോചനയുണ്ട്. IS പോലെയുള്ള ഭീകര സംഘടനകൾ മറുഭാഗത്തുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു പ്രദേശത്തെ ഒന്നിച്ചു ചേർത്തുകൊണ്ടുള്ള ഒരു പുതിയ സിറിയയെ രൂപീകരിക്കാൻ സാധിക്കുമോ എന്നുള്ള ആലോചനകളാണ് ഉള്ളത്. HTSന്റെ മേധാവി അബു മുഹമ്മദ് ജൗലാനിയും അതേപോലെ തന്നെ പ്രധാനമന്ത്രിയായി പ്രഖ്യാപിക്കപ്പെട്ട മുഹമ്മദ് അൽ ബഷീറും പുതിയ സർക്കാർ എല്ലാവരെയും ഉൾക്കൊള്ളും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മതന്യൂനപക്ഷങ്ങൾക്ക് പൂർണ്ണമായ മതസ്വാതന്ത്ര്യം അവർ ഉറപ്പു നൽകുന്നുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കും എന്ന് പറയുന്നുണ്ട്. ഇതിനെയെല്ലാം പാശ്ചാത്യ രാജ്യങ്ങൾ എങ്ങനെ മുഖവിലക്കെടുക്കും എന്നുള്ളതാണ് പ്രധാനം. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇപ്പോൾ പശ്ചിമേഷ്യൻ സന്ദർശനത്തിനാണുള്ളത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ജോർദാനിലെത്തി, അതിനുശേഷം തുർക്കിയിലെത്തി എർദോഗാനുമായി അടക്കം ചർച്ചകൾ നടത്തി. ഇപ്പോൾ അദ്ദേഹം അപ്രതീക്ഷിതമായി ഇറാഖ് സന്ദർശിക്കുകയാണ്. ഇറാഖ് സിറിയയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. ഇവിടങ്ങളിലെല്ലാം അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ആന്റണി ബ്ലിങ്കന്റെ ഒരു താല്പര്യം. ഇനി നാളെ US-ഉം അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഗൾഫ് രാഷ്ട്രങ്ങളും ജോർദാനിൽ പ്രത്യേകമായ ഒരു ക്രൈസിസ് സമ്മിറ്റ്, അതായത് എങ്ങനെയാണ് സിറിയയുടെ ഈ പ്രതിസന്ധി പരിഹരിക്കുക എന്നതിനെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് നടത്തുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആ യോഗത്തിലായിരിക്കും എങ്ങനെയാണ് സിറിയയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനത്തിലെത്തുക. ആ തീരുമാനം വളരെ പ്രധാനമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സിറിയയുടെ വിവിധ ഭാഗങ്ങൾ, ഒരു ഭാഗം SDF ആണ് ഭരിക്കുന്നത്. അത് അമേരിക്കയുടെ സ്വാധീനമുള്ള സംഘടനയാണ്. മറുഭാഗത്ത് SNA ആണ് ഭരിക്കുന്നത്. തുർക്കിയുമായി ചേർന്ന ഭാഗത്ത് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തുർക്കിയാണ്. അപ്പോൾ തുർക്കിയും അമേരിക്കയും HTS-ഉമായി സഹകരിച്ചാൽ ഒരുപക്ഷെ ഒരു ഐക്യ സർക്കാരിനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ഈ രണ്ട് രാജ്യങ്ങളും HTS-നെ, അതായത് ഹൈഅത്ത് തഹ്രീർ ഷാം എന്ന ഡമസ്കസ് പിടിച്ചിട്ടുള്ള സംഘടനയെ ഭീകരവാദ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ഉൾപ്പെടുത്തിയൊരു സംഘടനയുമായി യോജിച്ചു പോകാൻ സാധിക്കുമോ? ഭീകര പട്ടികയിൽ നിന്ന് HTS-നെ മാറ്റുമോ? ഇനി അങ്ങനെ മാറ്റിയാൽ തന്നെ പുതിയൊരു ഭരണഘടന എങ്ങനെയാണ് ഈ സംഘടനക്കുണ്ടാവുക? അതെല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു രാജ്യം, ഒരു ഭരണ സംവിധാനമാകുമോ എന്നതെല്ലാം കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായിരുന്നാലും സിറിയയെ സംബന്ധിച്ചിടത്തോളമുള്ള ഇന്ന് കാണുന്ന ഈ ആഘോഷത്തിന്റെ നിമിഷം 13 വർഷമായി വെറും കണ്ണീരും ചോരയും അതേപോലെ തന്നെ പീഡനങ്ങളും മാത്രം കണ്ടിരുന്ന ഒരു സിറിയയിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച ഇന്ന് ഏതായാലും കാണാൻ കഴിയുന്നു. അത് എത്ര കാലം നീണ്ടു നിൽക്കുമെന്നുള്ളതാണ് ചോദ്യം. ഈ പലായനം ചെയ്തവരുടെ ലക്ഷങ്ങളുടെ കണക്കുകളാണ് വരുന്നത്. അവരുടെ സ്ഥിതി എന്താണ്? തിരിച്ചെത്താൻ സാധിക്കുമോ എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണല്ലോ. തുർക്കിയിൽ മാത്രം 35 ലക്ഷം അഭയാർത്ഥികളുണ്ട്, സിറിയൻ അഭയാർത്ഥികളുണ്ട്. അവരിൽ പലരും ഇപ്പോൾ മടങ്ങാൻ തയ്യാറാവുകയാണ്. തങ്ങളുടെ നാട് ഇപ്പോൾ എങ്ങനെയാണ്, തങ്ങളുടെ വീടുകൾ അവിടെ ഉണ്ടാകുമോ എന്നതടക്കമുള്ള വളരെ വൈകാരികമായിട്ടുള്ള കാഴ്ചകളാണ് സിറിയ തുർക്കി അതിർത്തിയിലുള്ളത്. അതേപോലെ തന്നെ ഇറാഖിൽ നിന്നും അതേപോലെ തന്നെ ജർമ്മനി പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അടക്കം ആളുകൾ ഇങ്ങോട്ട് മടങ്ങാൻ തയ്യാറാകുന്നുണ്ട്. പക്ഷേ മടങ്ങാൻ വേണ്ടി നിലവിലെ പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ബഷീർ എല്ലാ പ്രോത്സാഹനവും നൽകുന്നുണ്ട്. പക്ഷേ പലപ്പോഴും പല ആളുകൾക്കും ആശങ്കയാണ്, ഇനി അങ്ങോട്ട് പോയാൽ എന്തായിരിക്കും സ്ഥിതി എന്ന ആശങ്ക വളരെ ശക്തമാണ്. അതോടൊപ്പം തന്നെ പുതിയ അഭയാർത്ഥികൾ ഉണ്ടാകുന്നുമുണ്ട്. നേരത്തെ അവിടെ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ, പ്രത്യേകിച്ചും SDF-ൽ നിന്നും SNA പിടിച്ചെടുത്തുള്ള പ്രദേശങ്ങൾ, അവിടെയൊക്കെ പുതിയ കൂടുതൽ അഭയാർത്ഥികൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇനി എങ്ങോട്ട് പോകും എന്നുള്ള ആശങ്കയുണ്ട്. ഇനി മടങ്ങിയെത്തുന്ന ആളുകൾക്ക് തന്നെ കൃത്യമായ ഭക്ഷണവും അതേപോലെ തന്നെ വെള്ളവും
പാർപ്പിടവും ഈ പ്രദേശങ്ങളിലൊന്നും തന്നെ ഇല്ല. പൂർണ്ണമായും കുറേ കാലമായി അമേരിക്കയുടെ ഉപരോധത്തിൽ കഴിയുന്ന ഒരു രാജ്യമാണ് സിറിയ. ഒപ്പം ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ കൂടി 400 ഇടങ്ങളിൽ നടന്നിരിക്കുകയാണ്. അപ്പോൾ ഒട്ടും സ്വസ്ഥമല്ലാത്ത ഒരു ഭൂമിയിലേക്കാണ് അവർ തിരിച്ചു വരുന്നത്. പക്ഷേ അവർക്കിപ്പോഴും ഒരു ആശ്വാസമായുള്ളത് ബഷാർ അൽ അസദ് എന്ന ക്രൂരനായ ഭരണാധികാരി അവിടെ ഇല്ല എന്നുള്ളതാണ്. ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നുള്ളതാണ് അവർ വിചാരിക്കുന്നത്. എന്ന് മാത്രമല്ല, HTS എന്ന സംഘടന എല്ലാവരെയും ഉൾക്കൊള്ളും എന്നുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. ഈ പ്രഖ്യാപനം എത്രമാത്രം ഗുണകരമായി അവർക്ക് നേരിടാൻ കഴിയും, അതോടൊപ്പം തന്നെ ആ വാഗ്ദാനങ്ങൾ ഈ പുതിയ ഭരണകൂടം പാലിക്കുമോ, ഒപ്പം തന്നെ മറ്റു രാജ്യങ്ങൾ അമേരിക്കയും തുർക്കിയും എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതെല്ലാം ഈ പ്രശ്നത്തെ ഏറ്റവും അടിസ്ഥാനപരമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ വലിയൊരു ഒഴുക്ക് ഇപ്പോൾ അഭയാർത്ഥികൾ അവരുടെ സ്വന്തം നാട്ടിലേക്ക് നടത്തുന്നുണ്ട്. നമുക്കറിയാം, ഒരു 2.5 കോടി മാത്രമാണ് സിറിയയിലെ ജനസംഖ്യ എന്ന് പറയുന്നത്. അതിൽ 5 ലക്ഷത്തിൻ്റെയും 6 ലക്ഷത്തിൻ്റെയും ഇടയിലുള്ള ആളുകളെ ബഷാർ അൽ അസദ് ഭരണകൂടവും അതേപോലെ തന്നെ അമേരിക്കയും റഷ്യയും എല്ലാം ചേർന്ന് കൊന്നുകളഞ്ഞിട്ടുണ്ട്. 60 ലക്ഷത്തോളം ആളുകൾ അഭയാർത്ഥികളായി പോയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾ മാത്രമാണ് അവിടെയുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ തിരിച്ചു പോയിട്ടുള്ള, അതായത് ഈ രാജ്യത്ത് നിന്ന് വിട്ടുപോയിട്ടുള്ള ആളുകൾ കൂടി ഇങ്ങോട്ട് വരുമ്പോൾ മാത്രമാണ് സിറിയ ഒരു യഥാർത്ഥ സിറിയയായി മാറുക. അത് എത്രമാത്രം സാധ്യമാകുമെന്നുള്ളതാണ് സിറിയക്ക് മുമ്പിൽ ഏറ്റവും വലിയ ചോദ്യം.